നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഞങ്ങൾ ആഗ്രഹിച്ച സമയത്തല്ല ഇത് ചെയ്യാൻ പറ്റിയത്. ഞങ്ങളെക്കൊണ്ട് അവർ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്. വേൾഡ് കപ്പിൻ്റെ ഫൈനലിന് മുമ്പ് പരാതിയുടെ ടോണുമായിട്ട് ലയണൽ സ്കലോനി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഫിഫയുടെ ഇവൻ്റ് ഉണ്ടായിരുന്നു. വേൾഡ് കപ്പിന് മുമ്പുള്ള ഇവൻ്റ് മാധ്യമങ്ങളെ കാണേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ടീം ഉദ്ദേശിച്ച സമയത്തല്ല ട്രെയിനിങ് നടത്തിയത്. നാട്ടുച്ചയ്ക്ക് ട്രെയിനിങ് നടത്തേണ്ടി വന്നു. ഇതല്ല ഒരു വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പുള്ള പ്രിപ്പറേഷൻ, ഇങ്ങനെയല്ല ഉദ്ദേശിക്കുന്നതെന്ന് തന്നെ സ്കലോനി ശക്തമായ ഭാഷയിൽ പറയുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മാധ്യമങ്ങളോട്: ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്കാണ് ഇവിടെ എത്തിയത്. അർദ്ധരാത്രിയോട് അടുത്താണ് ഇവിടെ എത്തിയത്. എന്നിട്ട് ഇന്ന് ഞങ്ങളെ ഉച്ച സമയത്ത്, ഞങ്ങൾ ഇഷ്ടമില്ലാത്ത, ഞങ്ങൾ ആഗ്രഹിക്കാത്ത സമയത്ത് ഞങ്ങളെ കൊണ്ട് ട്രെയിനിങ് നടത്തിച്ചിരിക്കുന്നു. കാരണം എന്താ? ഞങ്ങൾ ട്രെയിനിങ് നടത്താനൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്ത് പ്രസ് കോൺഫറൻസ് മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് വളരെ സ്ട്രെയിഞ്ച് ആൻഡ് ക്യുക്ക് ആയിട്ടുള്ള ട്രെയിനിങ് സെഷൻ ഞങ്ങൾക്ക് നടത്തി പോവേണ്ടി വന്നു. ഒരു വേൾഡ് കപ്പിൻ്റെ ഫൈനലിന് മുമ്പ് ഇങ്ങനെയല്ല പ്രിപ്പറേഷൻ നടത്തേണ്ടത് എന്ന് തന്നെ ലയണൽ സ്കലോനി പറയുന്നു. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ന്യൂജേഴ്സിയിലാണ്, നാളെയാണ് ഫൈനൽ നടക്കുന്നത്. പക്ഷേ ഒരു ദിവസം മുമ്പ് തന്നെ പ്രസ് കോൺഫറൻസും കാര്യങ്ങളൊക്കെ ഫിഫ അറേഞ്ച് ചെയ്ത് ഒരു ഇവൻ്റായിട്ട് തന്നെ നടത്തി. ഏതായാലും കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് വലിയ രൂപത്തിലുള്ള ഒരു എതിർപ്പുണ്ട്. കാരണം കോച്ച് ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള കാരണം ഇതാണ്: ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മത്സരമൊക്കെ കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. ടീം ഏതാണ്ട് ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ നട്ടുച്ച 12 മണിക്കൊന്നുമല്ല, അവിടുത്തെ ഒരു 3:30 ട്രെയിനിങ് നടത്തിയത്. എന്നാൽ സാധാരണഗതിയിൽ ആ ഒരു സമയത്ത് അത്ര നല്ല രൂപത്തിൽ ട്രെയിനിങ് നടത്താവുന്ന ഒരു കാലാവസ്ഥയല്ല അവിടെ ഉള്ളത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ട്. താൻ ഉദ്ദേശിച്ച സമയത്തല്ല ട്രെയിനിങ് നടത്താൻ പറ്റിയത് എന്നുള്ളതിൻ്റെ ഒരു എതിർപ്പുമാണ് ഇവിടെ കോച്ച് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്: ഞങ്ങൾ ഇപ്പം റെസ്റ്റ് ചെയ്യുക, എന്നിട്ട് എങ്ങനെയാണ് താരങ്ങൾ എത്തിയിട്ടുള്ളത്. കാരണം ചില താരങ്ങളൊന്നും 100% അല്ല. പരിക്കിൻ്റെ പ്രശ്നങ്ങളും ചെറിയ ഡിസ്കംഫർട്ടുകളും ഒക്കെ ഉണ്ട്. കാരണം അങ്ങനെ കടുത്ത പോരാട്ടങ്ങളാണ് നടന്നിട്ടുള്ളത്. സോ താരങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഇവാലുവേഷൻ നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. സോ ഞങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ഞങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് ചിന്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഓപ്പണൻസിൻ്റെ നല്ല വശങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. അതിനെതിരെയുള്ള തന്ത്രങ്ങൾ ഞങ്ങൾ മെനയുന്നുമുണ്ട് എന്നുകൂടി ലയണൽ സ്കലോനി പറയുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.